അതുകൊണ്ട് രണ്ടേ ലൈൻ പാടി ഞാൻ പറയാം. പിന്നെ പാടാം. അത് കിട്ടുമെന്ന് തോന്നുന്നില്ല. പ്രിയപ്പെട്ട എൻ്റെ പിതാക്കന്മാരെ, സഹകരിച്ച അച്ഛൻ തോന്നുന്നു 6 വർഷം എൻ്റെ പള്ളിയിലുണ്ടായിരുന്നതാണ്. ജോസഫ് വെച്ച എൻ്റെ സുഹൃത്ത്, ഏറ്റവും പ്രിയപ്പെട്ട ജോണേശ, അനുഭവിച്ച ജിമ്മി, മറ്റ് വീട് പ്രതിനിധികളെ, സ്നേഹമുള്ള കൂട്ടുകാരെ, ഇവിടെ കുഞ്ഞുമക്കളുണ്ടെങ്കിൽ പ്രിയ മക്കളെ, ഞാൻ എന്തു പറയാം, 79 വേറൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. നിങ്ങളോട് പറയാനുള്ള മെസ്സേജാണ് രാവിലത്തെ ക്ലാസ്. 1979 എൻ്റെ അച്ഛനൊരു കേസിൽ പെട്ടു. അപ്പോൾ ഞാൻ 5ാം ക്ലാസ്സിൽ, ചേച്ചി 7, സെൻറ്റ് സേവിയേഴ്സിലുണ്ട്, അനിയത്തി 3, ആങ്ങള 1. അപ്പോൾ ഞങ്ങൾക്ക് ഒരു 6 മാസം ഒളിവിൽ പോകേണ്ടതായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അച്ഛൻ ഞങ്ങളെയൊക്കെ കൊണ്ട് അമ്മയുടെ നാട്ടിലേക്ക് ഒളിച്ചോടി എന്ന് വേണം പറയാൻ. അപ്പോൾ ഞങ്ങളൊക്കെ പഠിത്തമൊക്കെ പോയി. ഇപ്പോൾ എൻ്റെ പേയാട് കോൺവെന്റിൽ സിസ്റ്റേഴ്സ് അമ്മയെ അന്വേഷിച്ച് അവിടെ വന്നു. എന്നിട്ട് ഞങ്ങൾ 2 പേരെങ്കിലും അമ്മയുടെ കൂടെ ഇടാൻ പറഞ്ഞു, അല്ല സിസ്റ്റേഴ്സിൻ്റെ കൂടെ. അപ്പോൾ അമ്മ പറഞ്ഞു അതൊന്നും ഇല്ല, അതുടനെ മാറും, കേസൊക്കെ തീരും, ഞങ്ങൾ തിരിച്ച് നാട്ടിൽ വരും, പിള്ളേർ പഠിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അവർ വിടാനായിട്ട് കൂട്ടാക്കിയില്ല. അങ്ങനെ സങ്കടത്തോടെ അമ്മ 2ാമത്തെ ആളെ എന്നെയും 3ാമത്തെ അനിയത്തി അവരെ കൂടെ വിട്ടു. അങ്ങനെ അവളെ രാലി ഗവൺമെൻറ്റിൽ, അവിടെ ഓർഫനേജ് ഉണ്ട്, അവിടെ ചേർത്തു 3ാം ക്ലാസ്സിൽ. എന്നെ കൊല്ലത്ത് കുണ്ടറയിലെ കാഞ്ഞിരകോട് സെൻറ്റ് മാർഗരറ്റ്സ് ഓർഫനേജിൽ ഹെഡ്വിച്ചമ്മ ഒരു രാത്രി കൊണ്ടെത്തിച്ചു. അനിയത്തി കരഞ്ഞു വിളിച്ച് പിറ്റേ വർഷം അവൾ അമ്മയുടെ അടുത്ത് ഓടി വന്നു. പക്ഷെ എൻ്റെ തമ്പുരാൻ വീണ്ടും അവിടെ തന്നെ 6 വർഷം. അന്നത്തെ സങ്കടങ്ങളൊക്കെ തമ്പുരാൻ പറയില്ല, ഇന്നലകൾ തന്ന വേദനകൾ ഇന്നത്തെ സന്തോഷമാണ്. ഞാൻ 6 വർഷം സെൻറ്റ് മാർഗരറ്റ്സ് ഓർഫനേജ്, സെൻറ്റ് മാർഗരറ്റ്സ് ഹൈസ്കൂളിൽ ഒരു പുതിയ മകളായി ചേർന്നു. എന്നെ ഓർഫനേജിൽ കൈപിടിച്ച് കൊണ്ടുപോകുമ്പോൾ ഞാൻ 90ാമത്തെ ആളായിരുന്നു. 85 പേര് പേരൻസ് ഉള്ളവരാണ്, 5 പേരാണ്, അല്ല സോറി 85 പേരും പേരൻസ് ഉള്ളത്, 5 പേരാണ് ഓർഫൻസ് എന്ന് പറയാൻ പറ്റുന്നത്. എൻ്റെ അച്ഛൻ്റെ കേസൊക്കെ വെറുതെ വിട്ടു. ഞങ്ങൾ തിരിച്ച് നാട്ടിൽ വന്ന് അന്ന് പ്രാണരക്ഷാർത്ഥം ഓടിയതാണ്. അച്ഛൻ്റെ കേസൊക്കെ വെറുതെ ഇട്ടു. എനിക്ക് ABCD ഒക്കെ എഴുതാൻ അറിയില്ല. ഞാൻ കോളേജിൽ ചെല്ലുമ്പോൾ 5ാം ക്ലാസ്സിലാണെന്ന് ഇംഗ്ലീഷ് ഉള്ളത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അവസാനമായിട്ട് എന്നെ ഒരു പുതിയ ക്ലാസ്സിൽ കൊണ്ടിട്ട് ടീച്ചർ ABCD എഴുതാനായിട്ട് വരാന്തയിൽ ഇറങ്ങിയിരുത്തിയപ്പോൾ എനിക്കറിയില്ല. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു കൊച്ചിൻ്റെ ബുക്കിൽ നിന്നും ഞാൻ ABCD കോപ്പി അടിച്ചു. പിന്നെ കോപ്പി അടിച്ചിട്ടില്ല. ആ വർഷം ഞാൻ ഡിസംബറിലാണ് ഓർഫനേജിലാക്കിയത്. അന്ന് TC ഇല്ലാണ്ട് കയറ്റത്തില്ല. അങ്ങനെ ആ 1 വർഷം വെറുതെ ഇരുത്തിയിട്ട് അമ്മമാരെ പിറ്റേ വർഷം അനിയത്തി അമ്മയുടെ അടുത്ത് ചേർന്നു. എന്നെ TC വാങ്ങി അവിടെ വീണ്ടും 5ാം ക്ലാസ്സിൽ ചേർത്തു. ഇനിയുള്ള 6 വർഷം എൻ്റെ അമ്മമാർ എന്നെ എന്താക്കിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇന്ന് ഞാൻ എന്താണ് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദികളും അവകാശികളും അവരാണ്. എൻ്റെ പാട്ടമ്മ, എൻ്റെ മകളമ്മ, ഒത്തിരി അമ്മമാർ എന്നെ കുളിപ്പിച്ച് എൻ്റെ പേരൊക്കെ പിറക്കി എനിക്ക് തിന്നാൻ തന്നു, ഭക്ഷണം തന്നു, പഠിപ്പിച്ചു. 8ാം ക്ലാസ് മക്കാണ് ഞാൻ നന്നായിട്ട് പഠിച്ചു തുടങ്ങിയത്. എല്ലാ വർഷത്തിനും ജയിച്ചു തുടങ്ങിയത്. പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ അച്ഛൻ അയച്ചു കൊടുക്കും. അച്ഛൻ ഒറ്റ കാര്യമുള്ളൂ, എന്നെ കാണാൻ വരുമ്പോൾ ഫസ്റ്റ് ക്ലാസ് വാങ്ങണേ മക്കളെ, ഒറ്റ ചോദ്യമുള്ളൂ അച്ഛൻ. അങ്ങനെ ഞാനവിടെ കഴിച്ച ആഹാരങ്ങളൊന്നും എൻ്റെ അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞ അപ്പം പറയുന്നീ പോണ്ട, ഇവിടെ ഉള്ള ദാരിദ്ര്യമൊക്കെ മതി മക്കളെ, നമുക്കിവിടെ കഴിയാമെന്ന് അച്ഛൻ പറയുമായിരുന്നു, എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ ഭക്ഷണത്തെക്കുറിച്ചൊന്നും അച്ഛനോട് പറയാറില്ലായിരുന്നു. അപ്പം എന്നിൽ നിക്ഷിപ്തമായ എല്ലാ കഴിവുകളും ആ 6 വർഷം കൊണ്ട് ഞാൻ നേടിയതാണ്. അങ്ങനെ 85 ഓർഫനേജിലെ ആദ്യത്തെ ഫസ്റ്റ് ക്ലാസ്സായിട്ട് ഞാൻ അവിടെ നിന്ന് പടിയിറങ്ങി. അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടുത്തെ ആഘോഷങ്ങൾക്കൊന്നും പങ്കുചേരാനായിട്ട് ഞാൻ കഴിഞ്ഞില്ല. അവിടെ ആര് മരിച്ചാലും ഏത് ജ്ഞാനസ്നാനത്തിനും എൻ്റെ പാട്ടമ്മ എന്നെ കൊണ്ട് പാടാൻ പോകും. സിസ്റ്റേഴ്സിൻ്റെ ആരെങ്കിലൊക്കെ മരിക്കുവാണെങ്കിൽ നേരെ വെക്കുന്നവരെ ഞങ്ങൾ ആ വീട്ടിൽ പോയി പാടും. പാട്ടമ്മ അറിയാം, അമ്മ അവരൊക്കെ പറഞ്ഞു എൻ്റെ ഭാവി ഇല്ലാണ്ടായി കളയുന്നു പറയും. പക്ഷെ പാട്ടമ്മ എന്നോട് എപ്പോഴും പറയും നീ പഠിക്കണേ. പക്ഷെ ഞാനിന്ന് ഈ പൊസിഷനിലെത്തുമ്പോൾ പാട്ടമ്മയില്ല, ഹയർ സെക്കൻഡറി അത്യാക്കി അവരെ പാട്ടമ്മ ഉണ്ടായിരുന്നു. ഞാൻ പാട്ടമ്മയിൽ പോയി കണ്ടിട്ടുണ്ട്. എപ്പോൾ പോയാലും 50 രൂപ പാട്ടമ്മയുടെ പോക്കറ്റ് മണി എനിക്ക് തരും. ഞാൻ ജോലി കിട്ടി പാട്ടമ്മ ഞാൻ നന്നായി എന്ന് പറഞ്ഞാലും പാട്ടമ്മ കേൾക്കില്ല, എനിക്ക് പൈസ തരും. അതുപോലെ പേയാട് കോൺവെന്റിലെ സിസ്റ്റേഴ്സ്
കോളേജിലേക്ക് പഠിക്കാൻ പോകുമ്പോൾ ആ കോളേജിൽ വരുന്ന നല്ല വസ്ത്രങ്ങൾ ഏറ്റവും നല്ലത് നോക്കിയിരിക്കും. ഇനി കോളേജിൽ പഠിക്കുന്നത് കൊണ്ട് നീ പല ദിവസവും എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് അമ്മമാർക്കുണ്ട്. അപ്പോൾ അവരാണ് ഞങ്ങളെ പിടിച്ചു നിർത്തിയത് എന്നെ. അതുപോലെ എൻ്റെ അച്ഛനെ, ഞങ്ങളുടെ ജെയിംസ് അച്ഛൻ ഓർത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് ലൈഫില്ല. ഞങ്ങളുടെ കുടുംബത്തെ പിടിച്ചു നിർത്തിയത് ജെയിംസ് അച്ഛനാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തെ, എന്നെയും എൻ്റെ സഹോദരങ്ങളെയും ഒക്കെ വളർത്തി വലുതാക്കാൻ ഒത്തിരി സഹായിച്ച ഒത്തിരി നല്ല അച്ഛന്മാരും അതിലൊരു നല്ല സുഹൃത്തും കൂടെയാണ് അച്ഛൻ്റെ സെൽവരാജൻ. അങ്ങനെ വളർത്തിയ എല്ലാ എൻ്റെ പ്രിയപ്പെട്ട ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സ് കെ.ആർ. ഗവൺമെൻറ്റിൽ ഞാൻ അമ്മമാരെ അപേക്ഷ എവിടെ കണ്ടാലും അങ്ങോട്ട് പോയി പറയും ഞാൻ നിങ്ങളുടെ കുഞ്ഞാണ്. അങ്ങനെ ഞാനിന്ന് എൻ്റെ ദൈവം ഈ പ്രതീക്ഷിക്കാതെ ഇത് ഞാൻ അപ്ലൈ ചെയ്തതല്ല, എൻ്റെ പിള്ളേരാണ് അത് കൊടുത്തത്. എൻ്റെ സ്കൂളിലെ, എൻ്റെ ഹയർ സെക്കൻഡറി, എൻ്റെ കുഞ്ഞുങ്ങളെ പുറമെ എൻ്റെ അധ്യാപകർ അവർക്കാണ് അവരാണ് ഇത് കൊടുത്തത്. അങ്ങനെയാണ് മക്കൾ ഞാൻ ഇങ്ങനെ ആയത്. അപ്പോൾ എനിക്ക് ഈ എൻ്റെ സിസ്റ്റേഴ്സിനും എൻ്റെ അച്ഛന്മാർക്കും ഒക്കെ ആയിട്ടും എന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച എൻ്റെ അപ്പനും എൻ്റെ റെയിൽവേ സ്റ്റേഷനിലെ ന്യൂസ് പേപ്പറിൽ കിടത്തി ഉറക്കിയിട്ട് അച്ഛൻ രാവിലെ ഇരിക്കും ഫസ്റ്റ് ബസ്സിലെ സ്കൂളിൽ കൊണ്ടാക്കാൻ, കോളേജിൽ കൊണ്ടാക്കാനായിട്ട്. അപ്പോൾ അവരൊക്കെ ഒരു സ്നേഹവും കരുതലുമാണ് എൻ്റെ ഈ ഓട്ടം. പിന്നെല്ലാം മാനേജ്മെൻറ്റിൽ ജോലി കിട്ടുന്ന സമയം മുതൽ എൻ്റെ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് അധ്യാപികയാകണമെന്നുള്ളത്. അപ്പോൾ ഒത്തിരി മക്കൾക്ക് മോട്ടിവേഷൻ കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചില കുട്ടികളൊക്കെ സങ്കടത്തോടെ പഠിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ അമ്മമാരെ ഞാൻ വിളിച്ചിടാം, മക്കളെ ഞാൻ ഓർമ്മ പഠിച്ചതാ എന്ന് പറയുമ്പോൾ അവൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു സ്പാർക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. എത്ര കുട്ടികൾക്ക് എനിക്ക് അതില്ലാതെ ലൈഫില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞത്. അഞ്ചോട് ഞാൻ പറഞ്ഞു, ഞാൻ പഠിച്ചത് മത്തിയാണ്, ആ 6 വർഷം ഒന്നും പറയുമെന്ന് വെച്ചു. അച്ഛൻ പറഞ്ഞ ടീച്ചർ അതിനുള്ള സ്പേസ് ഒന്നും ഇല്ല. ഞാൻ പറഞ്ഞോളാം. അങ്ങനെയാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ എന്നെ ഒരുപാട് താങ്ങിയ എൻ്റെ മാനേജ്മെൻറ്റ്, എൻ്റെ ജീവിതം കളറാക്കിയ എൻ്റെ മാനേജ്മെൻറ്റ്, എൻ്റെ ലൈഫിന് അർത്ഥം തന്നാക്കി ജോലി, അതിനോടൊക്കെ എന്നും എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ എല്ലാം എന്നെ വഴി നടത്തിയ പിന്നെ വേട്ടോ ഒന്നുമില്ലായ്മ കൈപിടിച്ചു ചേർക്കുന്ന സ്നേഹം. ഞാൻ അച്ഛനെ വെച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഈശോട് പറഞ്ഞു, എന്നെ ഒന്ന് സഹായിച്ചോണേ, എൻ്റെ കൂടെ നിന്നോടെ. എൻ്റെ കൂട്ടുകാരനായി തമ്പുരാനെ കാണാനായിട്ട് എന്നെ പഠിപ്പിച്ചത് എൻ്റെ അമ്മമാരാണ്. പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്, എനിക്ക് നല്ല കുടുംബത്തെ ചേർത്തത്, എൻ്റെ പരിധികളില്ലാതെ തുറന്നു വിട്ട ആ കാര്യം ശരി. എൻ്റെ പള്ളികളിലും എൻ്റെ സ്കൂളുകളിലും ഒക്കെ എന്നെ തുറന്നു വിട്ട എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ ഏട്ടൻ, എൻ്റെ കൂട്ടുകാരായ എൻ്റെ 3 മക്കൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയത്. പ്രിൻസിപ്പലായ സമയത്ത് എനിക്ക് തോന്നുന്നു 2 വർഷം ഞാൻ വീട്ടിൽ എന്തെങ്കിലും പണി ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അവരെല്ലാം അത് ഏറ്റെടുത്തു, എന്നെ സപ്പോർട്ട് ചെയ്തു. എല്ലാവർക്കും നന്ദി. ഞാൻ എനിക്ക് കിട്ടിയ ഗിഫ്റ്റിനെ ഒരു 5-6 പേർക്കൊന്ന് ഡെഡിക്കേറ്റ് ചെയ്യാറുണ്ട്. അതോടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. താങ്ക് യു. എൻ്റെ ഈ ഞാൻ സമ്മാനം എന്നാണ് പറയുന്നത്. എൻ്റെ ഓർഫണേജിലെ എന്നെ പഠിപ്പിച്ച് വലുതാക്കിയ എൻ്റെ അമ്മമാർക്കും എന്നെ വഴിപിടിച്ച് നടത്തിയ ഹെഡ്മിച്ചമ്മ ഇപ്പോഴും ഉണ്ട്, ഒട്ടേത്തുണ്ട്. സിസ്റ്റേഴ്സിനും പേയാട് ഗവൺമെൻറ്റിനും അവിടുത്തെ പ്രത്യേക എല്ലാ സിസ്റ്റേഴ്സിനും ഒത്തിരി പേര് മനസ്സിലുണ്ട്. എല്ലാ അമ്മമാർക്കും എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച എൻ്റെ ഓർഫണേജിലെ എല്ലാ സിസ്റ്റേഴ്സിനും, എൻ്റെ പ്രിയങ്ങളെ സഹായിച്ച പ്രിയ വൈദികർക്കും, ഏറെ പ്രത്യേകിച്ച് ജെയിംസ് അച്ഛനും കഞ്ഞവെള്ളം ചോദിച്ചപ്പോൾ ചോറിട്ട് തന്ന് ഞങ്ങളുടെ ഊട്ടിയെ ഞങ്ങളുടെ അയൽക്കാർക്കും അലമാര തുറന്നു തന്നിട്ട് ഇഷ്ടമുള്ള സാരി എടുത്ത് കോളേജിൽ പോയിക്കോളാം എന്നോട് പറഞ്ഞ എൻ്റെ ബീന ചേച്ചിക്ക്, പേയാട് ഗവൺമെൻറ്റിലെ സിസ്റ്റേഴ്സ് നല്ല വസ്ത്രങ്ങൾ നൽകി എന്നെ സഹായിച്ചവർക്കും, പഠന വഴികളിൽ എനിക്ക് താങ്ങായവർക്കും, 31 വർഷം കൂടെ എൻ്റെ കൂട്ടുകാരായ പ്രിയ സഹ അധ്യാപകർക്കും, എന്നെ ഈ സമ്മാനത്തിന് അർഹമാക്കിയ എൻ്റെ പേയാട് സെന്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പിള്ളേർക്കും, എന്നെ പഠിപ്പിക്കാൻ ഒത്തിരി കഷ്ടം സഹിച്ച് എൻ്റെ കൂടെ നിന്ന് എൻ്റെ പൊന്ന് അച്ഛനും, എൻ്റെ കൂടെ 31 വർഷമായിട്ട് എന്നെ വിട്ടിരുന്ന എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ അമ്മയുടെ ആത്മാവിനും, എൻ്റെ ചേച്ചി എല്ലാവരും കൂടെ ഉണ്ട്. ചേച്ചിക്കും എൻ്റെ പ്രിയ അനുജത്തിക്കും എനിക്ക് വേണ്ടി കൂലിപ്പണി ചെയ്ത എൻ്റെ ഒരേ ഒരു അച്ഛനും, എൻ്റെ പരിധികളില്ലാതെ സ്വാതന്ത്ര്യം നൽകി എന്നെ ഇറക്കിവിട്ട, എവിടെയും വിശ്വാസത്തോടെ ഇറക്കിവിട്ട എൻ്റെ പ്രിയ ഭർത്താവിനും, പിന്നെ എൻ്റെ കൂട്ടുകാരായ എൻ്റെ 3 മക്കൾക്കും, എൻ്റെ അഭിവന്യ പിതാക്കന്മാർക്കും, സെലറാശനും പിതാവിനും, കോർപ്പറേറ്റ് മാനേജർക്കും, എക്സിക്യൂട്ടീവ് സെക്രട്ടറിക്കും, അച്ഛനായിരിക്കും ഉണ്ടെന്നോട് ഞാൻ അധ്യാപികയായിരുന്ന സമയത്ത് എനിക്ക് അച്ഛനോട് നല്ല കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അച്ഛൻ നല്ല ഉപദേശങ്ങളൊക്കെ അച്ഛൻ എനിക്ക് തന്നിട്ടുണ്ട്.
അച്ഛൻ പറഞ്ഞൊരു വാക്ക് ഞാനിപ്പോൾ ഒന്ന് കടമെടുത്തോട്ടെ. ഒരു മീറ്റിംഗിൽ അച്ഛൻ പറഞ്ഞതാണ്, നിങ്ങൾക്കൊരു അവസരം കിട്ടുമ്പോൾ നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അല്പം നിങ്ങൾ തല താഴ്ത്തി കൊടുത്താൽ 100 പേര് ചവിട്ടി മേളിലേക്ക് പോകും. മേളിൽ നമ്മുടെ അവസരങ്ങൾ എടുക്കും. നിങ്ങൾ കിട്ടുന്ന അവസരങ്ങളൊന്നും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്ന് ഞാൻ അച്ഛനെ പേര് ഓർത്തപ്പോൾ ഒന്ന് പറഞ്ഞു പോകുന്നതാണ്. ഇതുവരെ എന്നെ ഹൃദയത്തിൽ ചേർത്ത് പിടിച്ച എൻ്റെ ഈശോപ്പനും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. ഞാൻ 9 വർഷം ആകാശവാണിയിൽ അനൗൺസർ ആയിരുന്ന സമയത്ത് അവിടെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഒത്തിരി പേരുണ്ടായിരുന്നു. എനിക്ക് മോട്ടിവേഷൻ നൽകിയ ആകാശവാണിയിലെ എൻ്റെ സുഹൃത്തുക്കൾക്കും പിന്നീട് ഞാൻ അവിടെ ലീവ് പറഞ്ഞ് മതിയാക്കിയതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പേരാട് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേരും ഞാൻ ഇത്രയും നാല് രീതിയിൽ പ്രയർ പാടി ഇന്നും എനിക്ക് എന്നെ സാധിച്ചു. മെയിൻ രീതിയിൽ മാത്രം പാടാൻ പറ്റില്ല, അത് എൻ്റെ പാട്ടായിരുന്നു, എനിക്ക് അവരെന്ന പാട്ടായിരുന്നു. ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.